ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഉണ്ടാക്കുന്നത്. ജിയുടെ സ്പെഷ്യൽ ദാൽ ഫ്രൈ അല്ലേ, ദാൽ ഫ്രൈയും എൻ്റെ ചപ്പാത്തി. ദാൽ ഫ്രൈ അടിപൊളി നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ദാൽ വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ സാമ്പാർ പരിപ്പും പിന്നെ ചെറുപരിപ്പും ഉണ്ടല്ലോ, പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. ഇത് കണ്ടല്ലേ, ഇതിനകത്ത് സാമ്പാർ പരിപ്പും ഉണ്ട് ചെറുപരിപ്പും ഉണ്ട്. അതും ഈക്വൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ടോട്ടൽ 2 കപ്പ് അല്ലേ ജി? ടോട്ടൽ ഇത് 2 കപ്പാണ്. ഓരോന്നും ഓരോ കപ്പ് വീതം. നമുക്കത് ആദ്യം വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 2 വിസിലാണ് അടിക്കേണ്ടത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം. പിന്നെ നമ്മുടെ വൈറ്റ് റൈസ്, സ്റ്റീം റൈസ് ഉണ്ടല്ലോ, നമ്മുടെ ബസ്മതി റൈസ് പെട്ടെന്ന് വേവില്ലേ, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമന്റും കൂടെ ചെയ്യണേ. അപ്പൊ നമ്മളിപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉള്ളി കുറച്ച് ചെറുതായിരുന്നു, അപ്പൊ 3 ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ഗ്രീൻ ചില്ലി, നല്ല എരിവുള്ളതാണ്, അപ്പൊ അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതൊരു മീഡിയം സൈസ്ഡ് 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാർലിക് എത്ര എടുത്തിട്ടുണ്ട്, ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില. ഇനിയും നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്, ജീരകം അതുപോലെയൊക്കെ ഉള്ളത്. പക്ഷെ ആദ്യം നമ്മളിങ്ങനെ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് ഇത്രയാണ് ഉള്ളത്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിവിടെ ഓയിൽ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല, പകരം നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യ് ഇത്രയും മതി. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. കടുകിന് പകരം നമ്മൾ ജീരകമാണ് ഈ നെയ്യിലിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ ഉണക്കമുളക് ചേർത്തു. ഇനി കുറച്ച് കായവും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് ഒക്കെ ആക്കുന്ന പോലെ അത്രയ്ക്കങ്ങ് വഴറ്റണ്ട, എന്നാലും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരണം. ഇപ്പൊ ചേർക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് കേട്ടോ. വേവിക്കാൻ വെച്ച പരിപ്പ് വെന്തിട്ടുണ്ട്. 2 വിസിലാണ് അടിച്ചത്. പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയതിനു ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്തത്. തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടയണമെന്ന് പറയില്ലേ, അങ്ങനെ വേവിക്കണം. പരിപ്പ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, എന്നാലും ഇതുപോലൊന്ന് ഇളക്കി ഉടച്ചെടുക്കണം. ഗ്രേവിക്ക് നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ട, അതുകൊണ്ട് തന്നെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസ് ആക്കിയിട്ട് ഉടച്ചെടുക്കുവാണ്. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ. ഇനി നമ്മൾ മുളക് പൊടി ഇടാൻ പോവാണ്. കാശ്മീരി ചില്ലി പൗഡർ ആണ്. ഇതൊരു 1, 2 ഭയങ്കര ചെറിയ സ്പൂണാണ് കേട്ടോ. അതിനകത്ത് നിറച്ച് 2 സ്പൂൺ. ഇനി നമുക്ക് വേവിച്ച പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിക്നെസ് നല്ല കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ തിളപ്പിച്ച വെള്ളം ഒഴിക്കുവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. കറി കുറച്ച് ലൂസ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് തിക്കായിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇത്രയും വെള്ളമാണ് ആഡ് ചെയ്തത്. വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് തിളപ്പിച്ച വെള്ളം മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ അരിയുന്നുണ്ട്. അത് ഫ്ലെയിം ഓഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇടുള്ളൂ. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമുക്ക് അടച്ചു വെക്കാം. ഏതൊരു കറിയാക്കിയാലും കുറച്ചു നേരം അടച്ചു വെച്ചാലല്ലേ ആ കറി ഒന്ന് സെറ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചേക്കാണ്. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയും കൂട്ടി അടിക്കാം. ചപ്പാത്തി കുഴക്കുകയാണ്. നമ്മളിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല പഫി ആയിട്ടുള്ള ചപ്പാത്തി വരുന്നത്. അതുപോലെ ഭയങ്കര ടൈറ്റായിട്ട് കുഴക്കരുത്, കുറച്ച് ലൂസായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊറോട്ടയൊക്കെ പോലെ നന്നേ ലൂസായി പോവുകയും ചെയ്യരുത്. കുറച്ച് ലൂസായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് ഒരു മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും വെക്കുവാണെങ്കിൽ നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ എൻ്റെ ഈ ചപ്പാത്തിയുടെ റെസിപ്പി വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താല്പര്യമുള്ളവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ
ശരിയായിരുന്നത്. ദാല് കുക്കറിൽ വേവിക്കണം. അല്ല ഇത് ഓണാക്കണ്ട.